സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA സംബന്ധിച്ച് ഒരു വീഡിയോ കൂടി ചെയ്യേണ്ടി വരുന്നു. അതിപ്പോൾ നമ്മൾ ചെയ്യുന്നു. കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് കിടപ്പുണ്ട്. ഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് എൻ മഹേഷ് കൊടുത്തിട്ടുള്ള കേസ്. അത് ഹൈക്കോടതി കിടക്കുകയാണ്. ആ കേസിലാണ് ബാലഗോപാൽ ഒരു അഫിഡവിറ്റ് കൊടുത്തത്. ഇത് റൈറ്റ് അല്ല, അബ്സല്യൂട്ട് റൈറ്റ് അല്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റും അല്ല. ഇത് സർക്കാരിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റൈറ്റ് മാത്രമാണ്, ഒരു ഭരണപരമായ ഒരു അവകാശമാണ്. അത് കൊടുത്താൽ കൊടുത്തു, ഇല്ലെങ്കിൽ ഇല്ല. കൊടുത്താൽ കൊല്ലത്ത് കിട്ടും, കൊടുത്തില്ലെങ്കിൽ ഇപ്പോൾ കൊട്ടാരക്കര കിട്ടും. അത് ഒന്നും പേടിക്കാനില്ല. എന്തായാലും കൊട്ടാരക്കരയിൽ ഇപ്പോൾ കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്തായാലും ഈ കേസ് 2021 മുതലുള്ള കുടിശ്ശികയുടെ കാര്യത്തിൽ സർക്കാർ മൗനം പാലിക്കുകയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് കേസ്. ഈ കേസ് ഹൈക്കോടതി അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. പലവട്ടം ഇത് മാറ്റിയതാണ്, വീണ്ടും മാറ്റുന്നു. 2 ഗഡു DA അനുവദിച്ചുള്ള സർക്കാർ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ സർക്കാർ അറിയിച്ചപ്പോൾ കോടതി പറഞ്ഞു 21 മുതലുള്ള DA എന്ന് കൊടുക്കും എന്നുള്ളത് ചോദിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം അവിടെ നടക്കുന്നുണ്ട്. ഹർജി പരിഗണിച്ച ജസ്റ്റിസ് എൻ നഗരേഷ് ആണ് പരിഗണിക്കുന്നത്. അപ്പോൾ ആ ജസ്റ്റിസ് നേരത്തെ തന്നെ ചോദിച്ചു, നിങ്ങളിതെന്താണ് കോടതിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് പറയാനുള്ളത്, ഉദ്യോഗസ്ഥർ ഇതെല്ലാം കേട്ടിരുന്നു. പക്ഷേ എല്ലാം കേട്ടെങ്കിലും ഇപ്പോഴും വീണ്ടും ചർച്ച നടക്കുകയാണ്. ഇതിനിടയിലാണ് DA ജീവനക്കാർ കൊടുക്കുന്നതാണ്. DR വരുമ്പോൾ അത് പല ഗഡുക്കൾ പെൻഷൻകാർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ശമ്പള പരിഷ്കരണ സമയത്ത് 2 നഷ്ടപ്പെട്ടു, അല്ലാതെ നഷ്ടപ്പെട്ടു. പല ഘട്ടങ്ങളിലും അവർക്ക് DR നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഒരു മാസം അവർക്ക് കഴിഞ്ഞിട്ടേ DA കിട്ടുകയുള്ളൂ, DR കിട്ടുകയുള്ളൂ. DA കൊടുത്തു കഴിയും. കാരണം സർവീസിലിരിക്കുന്നവർക്ക് ജോലി കഴിഞ്ഞിട്ടേ ശമ്പളം കൊടുക്കത്തുള്ളൂ. അതേസമയം പെൻഷൻകാർ ജോലി കഴിഞ്ഞവരായതുകൊണ്ട്, സർവീസിൽ നിന്ന് ഇറങ്ങിയവരായതുകൊണ്ട് അവർക്ക് മുൻകൂട്ടി കൊടുക്കും. അപ്പോൾ മുൻകൂട്ടി കൊടുക്കുന്നവർക്ക് ഇത് കൊടുക്കേണ്ടത് യഥാർത്ഥത്തിൽ സർവീസിലുള്ള ജീവനക്കാർക്ക് ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം ഏപ്രിൽ മാസം 1-ാം തീയതി മാർച്ച് മാസത്തെ DA പ്രഖ്യാപിച്ചു. മാർച്ച് മാസത്തെ DA ആണ് കൊടുക്കുന്നതെങ്കിൽ ഏപ്രിൽ 1-നായിരിക്കും ആർക്ക് കിട്ടുന്നത്, നമ്മുടെ മറ്റേ സർവീസിലുള്ളവർ കിട്ടുന്നത്. ആ ഏപ്രിൽ 1-ന് തന്നെ DR കിട്ടും. പക്ഷേ DR കിട്ടുന്നത് അവർക്ക് ഏത് മാസത്തെ DR ആണ് കിട്ടുന്നത്? ഏപ്രിൽ മാസത്തെ DR ആണ് കിട്ടുന്നത്. സർവീസിലുള്ളവർക്ക് മാർച്ച് മാസത്തെ ജോലി കൂടെ കഴിയുമ്പോൾ മാർച്ച് മാസത്തെ ശമ്പളത്തിൻ്റെ കൂടെ DA കിട്ടുമ്പോൾ, മാർച്ച് മാസത്തിൽ നേരത്തെ പ്രഖ്യാപിച്ചത് മാർച്ച് മാസത്തിൽ DA കിട്ടുമ്പോൾ, മാർച്ച് മാസത്തിലെ DA യഥാർത്ഥത്തിൽ ആർക്ക് കിട്ടുന്നില്ല? DR പെൻഷൻ കിട്ടുന്നില്ല. അവർക്ക് ഏപ്രിലേ കിട്ടുള്ളൂ. ഏപ്രിൽ 1-ാം തീയതി അവർക്ക് DA ഏപ്രിൽ 1-ന് കൊടുക്കുന്നു. ഇത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കും. ഒരുപാട് പെൻഷൻകാർ എന്നോട് ചോദിച്ച ചോദ്യമാണ്. മാർച്ച് മാസത്തിൽ DA കൊടുക്കുന്നു. ആ DA കൊടുക്കുന്നത് ഏപ്രിൽ 1-നാണെന്ന് വയ്ക്കുക. അപ്പോൾ ഏത് മാസത്തെ DA ആണ് കൊടുത്തത് ജീവനക്കാർക്ക്? മാർച്ച് മാസത്തെ. എന്നാൽ ഏപ്രിൽ 1-ന് തന്നെ പെൻഷൻകാർക്കും DA കൊടുക്കുന്നതായിരിക്കും. പക്ഷേ ഏത് മാസത്തെയാണ് കൊടുക്കുന്നത്? ഏപ്രിൽ മാസത്തെയാണ് കൊടുക്കുന്നത്. മാർച്ചിലല്ല കൊടുക്കുന്നത്, പഴയതല്ല കൊടുക്കുന്നത്, മുൻകൂട്ടി കൊടുക്കുന്നതുകൊണ്ട്. അപ്പോൾ DR മുൻകൂട്ടി, പെൻഷൻകാർക്ക് മുൻകൂട്ടി പെൻഷൻ കിട്ടും. അതുകൊണ്ട് DR മുൻകൂട്ടി കിട്ടും. മറ്റവർക്ക് കഴിഞ്ഞിട്ടേ കിട്ടുകയുള്ളൂ, ജോലി മാസം കഴിഞ്ഞേ കിട്ടുകയുള്ളൂ. ഈ വ്യത്യാസമുള്ളത് കൊണ്ട് എപ്പോഴും ഒരു മാസത്തെ വ്യത്യാസം DAയിൽ, ഒരു മാസത്തെ DA പെൻഷൻകാർക്ക് കുറച്ചേ കിട്ടുകയുള്ളൂ. എന്തുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇത് ടേക്കപ്പ് ചെയ്യാത്തതെന്ന് എനിക്കറിയത്തില്ല. രാഷ്ട്രീയ അടിമത്വമായിരിക്കാം, അല്ലെങ്കിൽ അവർ ഈ വിഷയം സീരിയസ് ആയി ടേക്കപ്പ് ചെയ്യേണ്ടതാണ്. എന്തായാലും DA സംബന്ധിച്ച് വലിയ തർക്കം വീണ്ടും കോടതിയിൽ നടക്കുന്നു. ഇനി കോടതി ഫൈനൽ വേർഡിക്റ്റ് കോടതി എന്ത് പറയുന്നറിയില്ല. ഇതിനിടയിലാണ് പശ്ചിമ ബംഗാൾ ഗവൺമെൻറ്റും അവിടുത്തെ യൂണിയൻകാരുമായിട്ടൊക്കെ ഉള്ളൊരു കേസിൽ സുപ്രീം കോടതിയിലൊരു കേസ് കിടക്കുന്നു. അതിൽ സുപ്രീം കോടതി അസന്നിഗ്ധമായി പറഞ്ഞു, DA ഈസ് ആൻ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണ്, നിങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞതാണ്, അത് കൊടുത്തേ കഴിയൂ. DA ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ആൻഡ് പാഴ്സൽ ഓഫ് സാലറി എന്നുള്ളതാണ്. സാലറിയുടെ ഒപ്പമുള്ളതാണ് DA. അതുകൊണ്ട് DA കൊടുത്തേ കഴിയൂ എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ നിലപാട്. അത് കുടിശ്ശിക കൊടുക്കണം എന്നുള്ള കർശനമായ നിലപാടും എടുത്തു. അങ്ങനെ ബംഗാൾ ഗവൺമെൻറ് കുടിശ്ശിക കൊടുക്കുകയും ചെയ്തു. ഇനി കുറച്ചെന്തേ ഉള്ളൂ, ബാക്കിയെല്ലാം കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കേരള ഗവൺമെൻറ്റിനും ഈ ഉത്തരവ് ബാധകമാണ്. ഇപ്പോൾ ഹൈക്കോടതിയിൽ ഈ മഹേഷ് കൊടുത്തിട്ടുള്ള കേസ് നിരവധി തവണയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ആദ്യം കേരള സർക്കാർ സമയം ചോദിച്ചു, പിന്നെ
യൂണിയൻകാർ സമയം കൊടുത്തവർ സമയം ചോദിച്ചു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സമയമൊക്കെ ചോദിച്ച് നിരവധി തവണ മാറ്റിവെച്ചു. ഇപ്പോൾ വീണ്ടും അടുത്ത 2 ആഴ്ചത്തേക്ക്, അടുത്ത ആഴ്ചത്തേക്കാണ്, 2 ആഴ്ചയല്ല അടുത്ത ആഴ്ചത്തേക്കാണ് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ വീണ്ടും കേസ് മാർച്ചിലേക്ക് നീങ്ങുകയാണ്. എന്താണ് വിധി വരുമെന്ന് നമുക്കറിയത്തില്ല. കൊടുക്കാനായിരിക്കും വിധി വരുന്നത്. കാരണം സുപ്രീം കോടതി വിധി കിടക്കുന്നു, കീഴ്വഴക്കങ്ങൾ കിടക്കുന്നു. അതുകൊണ്ട് തന്നെ കൊടുക്കാനായിരിക്കും വിധി വരുന്നത്. പക്ഷേ അതുവരെ നമുക്ക് കാത്തിരിക്കാം. DA കേസ് വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയമായി വരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് സംഭവിക്കുന്നൊരു കാര്യം, DA ആയാലും DR ആയാലും കൃത്യസമയത്ത് കൊടുക്കാതിരിക്കുന്നതിൻ്റെയും ശമ്പള പരിഷ്കരണം കൃത്യസമയത്ത് നടപ്പിലാക്കാതിരുന്നതിൻ്റെയുമൊക്കെ ആഫ്റ്റർ എഫക്റ്റ് എന്തുണ്ട്, ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നമുക്കറിയില്ല. അത് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇനി ഇലക്ഷൻ വരേണ്ടതുണ്ട്. ഇലക്ഷനിൽ 5.5 ലക്ഷം വരുന്ന പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥരും, പിന്നെ ഒരു 6.5 ലക്ഷം വരുന്ന പെൻഷൻകാരും, അതെല്ലാം കൂടി 10-12 ലക്ഷം വരുമെന്ന് തോന്നുന്നു. അവരുടെ കുടുംബാംഗങ്ങൾ, അവരുടെ ബന്ധുമിത്രാദികൾ എല്ലാവരും എന്താണ് ചെയ്യുന്നറിയില്ല. പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കാനില്ല. കാരണം ഇതിൽ നല്ലൊരു ആളുകൾ ഇടതുപക്ഷ CPM CPI യൂണിയനുകളിൽപ്പെട്ടവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊന്ന് കിട്ടിയാലും കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. രാഷ്ട്രീയമായി അവർ എംപവേർഡാണ്. അതുകൊണ്ട് തന്നെ വോട്ട് നമ്മൾ കൊടുക്കുകയും ചെയ്യും, വോട്ട് പിടിക്കാൻ ഇറങ്ങുകയും ചെയ്യും, സ്പെഷ്യൽ സ്ക്വാഡ് ഉണ്ടാക്കുകയും ചെയ്യും. NG യൂണിയൻ്റെ സ്ക്വാഡ് വരുന്നു, KGOയുടെ സ്ക്വാഡ് വരുന്നു. അതുപോലെ തന്നെ ഓരോ പാർട്ടികളുടെയും സ്ക്വാഡും വരും. നിശ്ചിത പൈസ പിരിവുണ്ടാവും, സ്ക്വാഡുണ്ടാവും. വീട് വീടാന്തരം വന്ന് നവകേരളത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് തള്ളിമറിക്കും. നമുക്ക് കേൾക്കാം. നവകേരളത്തിൽ ഇപ്പോൾ അവസാനമായി വന്നിരിക്കുന്നതാണ്, മന്ത്രിമാരുടെ മോണോ ആക്ട് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കഴുത്തിന് വേദന വന്നാൽ അല്ലെങ്കിൽ കഴുത്ത് ഉളുക്കിയാൽ എങ്ങനെയാണ് അതിനെ ഒരു ഗംഭീരമായ ഒരു കലാപരിപാടി ആക്കുന്ന ഒരു ത്രെഡ് കിട്ടിയാൽ 1 മണിക്കൂറുള്ള ഒരു ബാലെ എങ്ങനെ സൃഷ്ടിക്കാം എന്നുള്ളതിൻ്റെ വലിയ ചോദ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ വലിയ ഉത്തരങ്ങൾ കണ്ടെത്തിക്കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നു. അങ്ങനെ നമുക്ക് DA എത്ര കിട്ടും, എങ്ങനെ കിട്ടും, ആർക്ക് കിട്ടും, DR എത്ര, എപ്പോൾ കിട്ടും, പഴയത് കൊടുക്കുമോ, പുതിയത് കൊടുക്കുമോ, അല്ല അരിയർ കൊടുക്കുമോ, അതോ അത് വെള്ളത്തിലാകുമോ എന്നുള്ളത് കാത്തിരുന്നു കാണാം.